ഹലോ വെൽക്കം ബാക്ക് ഫ്രണ്ട്സ്. അപ്പോൾ ഇന്ന് നമ്മൾ 2 നൈറ്റി ബിറ്റ് വെച്ചിട്ടാണ് കേട്ടോ ഒരു 8 പാനൽ കുർത്തി ചെയ്യാൻ പോകുന്നത്. അപ്പോൾ ഇതുപോലെ സെയിം ഡിസൈനുള്ള 2 നൈറ്റി ബിറ്റാണ് എടുത്തിട്ടുള്ളത്. അപ്പോൾ അറിയാത്തവർക്ക് വേണ്ടി നൈറ്റി ബിറ്റിന് നമുക്ക് 34 ഇഞ്ച് വിഡ്ത്താണ് കേട്ടോ കിട്ടുന്നത്. ഇവിടെ 34 ഇഞ്ച് ആയതുകൊണ്ട് തന്നെ മറ്റേ നൈറ്റി ബിറ്റിൽ നിന്നും ഞാനൊരു 10 ഇഞ്ചും കൂടി ഇതിലേക്ക് വീതിയായിട്ട് ആഡ് ചെയ്ത് 44 ഇഞ്ചിലേക്ക് എത്തിക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ വിഡ്ത്ത് 44 ഇഞ്ചും ടോട്ടൽ ലെങ്ത് 49 ഇഞ്ചും എടുത്തിട്ടുണ്ട്. 8 പാനൽ ആയതുകൊണ്ട് തന്നെ നമുക്ക് കുറച്ച് ഏറ്റക്കുറച്ചിൽ വരും. അതെല്ലാം കട്ട് ചെയ്ത് 46 ഇഞ്ചിലാണ് റെഡി ലെങ്ത് എടുക്കുന്നത് കേട്ടോ. ഇനി ഇതിനെ 4 ആക്കി ഇതേപോലെ ഒന്ന് ഫോൾഡ് ചെയ്തെടുത്തിട്ടുണ്ട് കേട്ടോ. ഇനി ഈ ഒരു ഭാഗം ഫോൾഡായിട്ടുള്ളതാണ്. അപ്പോൾ അതിനെ ഞാനൊന്ന് ഓപ്പൺ ചെയ്ത് 4 പീസാക്കി എടുത്തിട്ടുണ്ട്. അപ്പോൾ ഇത് ടോട്ടൽ 4 പീസാണ് ഇപ്പോൾ ഉള്ളത് കേട്ടോ. ഓരോ പീസിൻ്റെയും വിഡ്ത്ത് വരുന്നത് 22 ഇഞ്ചാണ് കേട്ടോ. അപ്പോൾ ഇനി നമുക്കിതിൻ്റെ കാൽക്കുലേഷൻ നോക്കാം. നമുക്ക് ബോഡിയിൽ നിന്നുള്ള മെഷർമെൻറ്റ് 39 ഇഞ്ചാണേ. അപ്പോൾ അതിനോടൊപ്പം ഞാനൊന്ന് 1 ഇഞ്ചും കൂടി ആഡ് ചെയ്ത് 40 ഇഞ്ചിലേക്ക് മാറ്റുന്നുണ്ട്. അപ്പോൾ ബോഡിയിൽ നിന്നുള്ള മെഷർമെൻറ്റാണ് കേട്ടോ 40. അപ്പോൾ അതിനോടൊപ്പം ഞാനൊരു 2 ഇഞ്ചും കൂടി ആഡ് ചെയ്ത് 42 ഇഞ്ചാണ് നമുക്ക് സ്റ്റിച്ച് ചെയ്ത് കഴിയുമ്പോൾ വേണ്ട കേട്ടോ. അപ്പോൾ ഇനി നമുക്ക് 8 പാനലാണ് വേണ്ടത്. അപ്പോൾ നമുക്ക് ഈ ഒരു 42 ഇഞ്ച് ബസ്റ്റ് സൈസാണേ. അപ്പോൾ അതിനെ നമുക്ക് 8 കൊണ്ട് ഡിവൈഡ് ചെയ്ത് 5.25 എന്ന ഒരു മെഷർമെൻറ്റിൽ എത്തിയിട്ടുണ്ട്. അപ്പോൾ ഇത് ഓരോ പീസിൻ്റെയും മെഷർമെൻറ്റാണ് കേട്ടോ. അപ്പോൾ ഇതെല്ലാം ജോയിൻ ചെയ്യണം. അതിനോടൊപ്പം ഞാൻ 1 ഇഞ്ചും കൂടി ആഡ് ചെയ്ത് 6.25 അതായത് 6.25 ഇഞ്ച് എന്നുള്ള മെഷർമെൻറ്റിലാണ് എത്തിയിട്ടുള്ളത് കേട്ടോ. അപ്പോൾ ഇതിനെ ഞാൻ റൗണ്ട് ചെയ്ത് 6.5 ഇഞ്ചിലാണ് കട്ട് ചെയ്യുന്നത്. അപ്പോൾ ഇനി നമുക്ക് ഇതിലേക്കുള്ള മെഷർമെൻറ്റ് കൊടുക്കാം. ഈ മുകളിലത്തെ പോർഷനില്ലേ അവിടേക്ക് നമുക്ക് 6.5 ഇഞ്ച് ഞാൻ ഇതുപോലെ ഒന്ന് മാർക്ക് ചെയ്യുന്നുണ്ട് കേട്ടോ. എന്നിട്ട് താഴത്തേക്ക് നമുക്കൊരു 15 ഇഞ്ച് വരെ ഈ ഒരു 6.5 ഇഞ്ച് മാർക്ക് ചെയ്യണം. 15 ഇഞ്ച് വരുന്നത് ഷേപ്പാണ് കേട്ടോ. സാധാരണ നമ്മൾ ഷേപ്പ് വരയ്ക്കത്തില്ലേ ആ ഒരു പോർഷനാണ് 15 ഇഞ്ച്. അപ്പോൾ അതുവരെ ഞാൻ ഇതുപോലെ 6.5 ഇഞ്ച് മെഷർ ചെയ്തിട്ടുണ്ട്. എന്നിട്ട് താഴത്തേക്ക് നമുക്ക് വിഡ്ത്ത് നോക്കണം. ആ ഒരു വിഡ്ത്തിൻ്റെ ഭാഗത്ത് നമുക്ക് ആ ഒരു സൈഡിൽ നിന്നും 6.5 ഇഞ്ച് മാർക്ക് ചെയ്ത ശേഷം ചേർത്ത് ഈ കാണുന്ന പോലെ ഒന്ന് മാർക്ക് ചെയ്യണം കേട്ടോ. ഇതാണ് നമുക്ക് ഫ്ലെയർ വരുന്നത്. അപ്പോൾ ഇതിവിടെ 4 പീസ് നമുക്ക് കിട്ടിയിട്ടുണ്ടേ. ഇത് നമുക്ക് കട്ട് ചെയ്തെടുക്കണം. അപ്പോൾ ഇത് ഇതുപോലെ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് കേട്ടോ. ഇനി നമുക്ക് 4 പീസേ ആയിട്ടുള്ളൂ. ഇനി ബാക്കിലത്തെ അടുത്ത പീസ് വേണം കേട്ടോ. അപ്പോൾ അത് നമ്മൾ കട്ട് ചെയ്യുന്നത് നമ്മളിപ്പോൾ കട്ട് ചെയ്ത് മാറ്റിയില്ലേ ആ ഒരു ഭാഗത്തു നിന്നാണ് എടുക്കുന്നത് കേട്ടോ. അപ്പോൾ ഇവിടെ ഇനി നമുക്കിത് നേരെ ഒന്ന് തിരിച്ചിടണം. അപ്പോൾ ഇതുപോലെ സ്ട്രെയിറ്റ് ആയിട്ടുള്ള ഭാഗം നമ്മുടെ സൈഡിലേക്ക് വരുന്ന രീതിയിൽ ഇതുപോലെ ഒന്ന് ഇട്ട് കൊടുക്കണം കേട്ടോ. എന്നിട്ട് മുകളിൽ 6.25 ഇഞ്ച് മാർക്ക് ചെയ്തു. നേരത്തെ പോലെ 15 ഇഞ്ച് താഴത്തേക്ക് മാർക്ക് ചെയ്തിട്ട് താഴെ അറ്റം വരെ ഈ കാണുന്ന രീതിയിൽ ഒന്ന് കട്ട് ചെയ്തെടുക്കുക. അപ്പോൾ നമുക്ക് ഫ്രണ്ടിലേക്കും ബാക്കിലേക്കുമുള്ള 4 പീസ് വീതം കിട്ടിയിട്ടുണ്ടേ. അപ്പോൾ ഇനി ഇതിൻ്റെ സ്റ്റിച്ചിങ് നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം.